ഫിസിക്സ് ആണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് പഠിച്ച ഒരു വ്യക്തിക്ക് ചരിത്രത്തിൽ ഈ പറഞ്ഞ എക്സ്പീഡിഷൻസിലൊക്കെ കൗതുകം ഉണ്ടാകാൻ കാരണം എന്താ? ഫിസിക്സ് പഠിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഫിസിക്സിൽ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും മഗല്ലൻ സ്ട്രൈറ്റ് നമ്മളിപ്പോൾ പറയുന്ന ആ കടലിടുക്കിലൂടെ കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം വഴി കണ്ടുപിടിച്ച പല ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ കുരുവിച്ച് നോക്കിയിട്ട് എൻ്റെ കാരണം എന്ന് വെച്ചാൽ അകത്തുനിന്ന് വരുന്ന വെള്ളം ഉപ്പ് രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കടലിൽ നിന്ന് മാറി മാറി പോകുന്നുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം വെള്ളം രുചിച്ച് നോക്കിയെന്ന് മാത്രമേ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്തിനും ചെയ്തു. ഞാൻ കഥ പറയുമ്പോൾ അതും കൂടെ പറയും എന്താ സംഭവിച്ചത്. ഇപ്പോൾ ഒരു പര്യവേഷണമുണ്ട്, പോൾ ഡു ഷെയ്വ് എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം ആ എക്സ്പെഡീഷൻ നടക്കുന്ന സമയത്ത് കണ്ട സകല മൃഗങ്ങളുടെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളാണ്. അതിൻ്റെ ആകൃതി ഭാവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്ത് സാധനമാണെന്നുള്ള പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും വലിയൊരു പാമ്പ് ക്രോസ് ചെയ്ത് പോയി എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഭയങ്കര വലുപ്പമായിരുന്നു. അതിനൊരു കുറച്ച് വർണ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി വരും, ഇതേത് പാമ്പാണ്. അപ്പോൾ ഇദ്ദേഹം എവിടെ ആയിരുന്നുള്ളത്, ആ ലൊക്കേഷൻ ഏതായിരുന്നുള്ളത് നമ്മൾ നോക്കും. നോക്കിയിട്ട് ആ ലൊക്കേഷനിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ആ ലൊക്കേഷനിൽ ഏതൊക്കെ പാമ്പാണ് നിലവിലുള്ളത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് എന്താണെങ്കിലും അവിടെ ഒരു പഠനം നടത്തിയിട്ടുണ്ടാവും അത് ഏതൊക്കെ പാമ്പാണെന്നുള്ളത്. ആ പാമ്പിൻ്റെ ലിസ്റ്റ് എടുക്കും. ലിസ്റ്റ് എടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞ പാമ്പ് ആയിട്ട് യോജിക്കുന്ന ഏത് പാമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാമ്പിൻ്റെ പേര് ഞാനവിടെ പറയും. അത് ഒറിജിനൽ പരിവേഷകൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയും. ഇങ്ങനെയാണ് നമ്മളത് എടുത്തിട്ട് സമയമെടുക്കുന്ന പണിയാണ്.